ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഡയറക്റ്റ് അലോവേരയുടെ ജ്യൂസ് വെച്ചിട്ടുള്ളൊരു സോപ്പ് നിർമ്മാണം. അപ്പം എന്താണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തോളൂ. അപ്പം ഈ ഒരു സോപ്പ് എന്ന് പറയുമ്പം ഒരു 2 മാസത്തിനുള്ളിൽ ഇത് 2 മാസം 2.5 മാസം അതുവരെ നിൽക്കുകയുള്ളൂ. അതായത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ ഇതിനകത്ത് ബാക്ടീരിയാസൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മളൊരു ഞാനിപ്പോൾ ഒരു ചെയ്യണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മന്തോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, കേടാവാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു അലോവേരയുടെ ഒരു യെല്ലോയിഷ് കറയൊക്കെ കളഞ്ഞ് വെള്ളത്തിലരിഞ്ഞ് അതിൻ്റെ തൊലിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ. നല്ലപോലെ വാഷ് ചെയ്ത് ഒരു 5-6 വെള്ളത്തിൽ കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലും കൂടെ ഇട്ട് അതിൻ്റെ ഒരു കറയൊക്കെ കളയണം. എന്നിട്ട് വേണം നമ്മളിത് ജ്യൂസ് അടിച്ചെടുക്കാനായിട്ടില്ല, ചൊറിച്ചിലൊക്കെ പിടിക്കായിരിക്കും ചിലപ്പം. അപ്പം ഇത് ഞാനിതുപോലെ ഒരു നല്ലൊരു പാനിൽ വെച്ചിട്ട് അരിച്ചെടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് ഫോണ് ഒരു കയ്യിൽ ഇങ്ങനെ ഇത് അരിച്ചെടുക്കുന്ന അരിപ്പയും കൂടെ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കുറച്ച് ഇതിലേക്ക് അതിൻ്റെ അരപ്പ് വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ അരിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്ലിയറായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടും, ആ കരടൊക്കെ പോയിട്ട്. അപ്പം ഞാനിത് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കട്ടെ. നല്ലപോലെ അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻ്റ് എല്ലാം പോകുന്നത് വരെ വറ്റിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇത് മടിയാണെങ്കിൽ ഇപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ചെയ്തെടുത്ത് പോലും കുഴപ്പമില്ല. പക്ഷെ അത് അധികം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം ഇത് നമുക്ക് തലയിലൊക്കെ താരനും ഒക്കെ വേണ്ടിയിട്ട് നല്ല ഒരു റെമഡിയാണ്, നല്ല സോപ്പാണ്. തലയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. മുടി കൊഴിച്ചിൽ, താരനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് പോയി ഇത് വറ്റി വന്നിട്ടുണ്ട്. ഞാനിത് 1/2 കിലോ ബേസാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ബേസിനുള്ള അത്രയാണ് ഞാൻ അലോവേരയുടെ തണ്ട് കണ്ടല്ലോ, അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നമ്മൾ അരച്ച് ജ്യൂസാക്കി എടുത്ത് ഈ കുറച്ചൊരു ഇതേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതിൽ ഞാനിനി 4 വൈറ്റമിൻ ഇയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓയിൽസ്, ഞാൻ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഒരു പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഓയിൽസ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. സ്കിൻ കെയറിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഓയിൽസ് പോലുള്ള ഓയിൽസൊക്കെ, അതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിഷ്ടമുള്ള ഓയിൽസ് ഒഴിച്ചു കൊടുക്കാം. അതായത് ക്യാരറ്റ് ഓയിലും അങ്ങനെയുള്ള ഓയിൽസുകൾ, സ്കിൻ കെയറിന് പറ്റുന്ന ഓയിൽസുകൾ. അപ്പം ഞാൻ വൈറ്റമിൻ ഇ 4 ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ വേണമെങ്കിൽ ഒരു 1/2 കിലോ അല്ലേ സോപ്പ് ബേസ് എടുത്തേക്കുന്നത്, ഇപ്പോൾ ഒരു 1/2 ml ഒക്കെ ഒഴിക്കാം. അതായത് ഒരു 10 തുള്ളിയൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കുക, യോജിപ്പിച്ചെടുക്കുക. കുറച്ച് നേരം നിങ്ങൾക്ക് തവി വെച്ചിട്ട് തന്നെ ചെയ്യുക, സ്പൂൺ വെച്ചിട്ട് അതിലൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ഒരു ഓയിൽ ഒരു 3-4-5 തുള്ളിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഡ്രോപ്സായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അധികമായാലും ഓയിൽ അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് സോപ്പിന് പത കുറയും. അതുപോലെ തന്നെ സോപ്പ് കട്ടിയില്ലാണ്ടൊക്കെ ആയി പോകും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓയിൽസ് ആഡ് ചെയ്യാൻ. അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ. നമ്മൾ മെൽറ്റ് ആയതിനു ശേഷം നമ്മുടെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സ്മെല്ല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, സോറി. അപ്പോൾ നിങ്ങൾ സ്മെല്ല് ഒഴിച്ച് കൊടുക്കുക. 1/2 കിലോയ്ക്ക് 5 മില്ലി സ്മെല്ലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഈ ബീറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പതയൊക്കെ വരുന്നത് ഒന്നെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പത പെട്ടെന്ന് പോകും. ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. സ്പാച്ചുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ പോയി കിട്ടും കേട്ടോ. പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റും. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലെ അടുത്തൊരു മോൾഡ് 5 എണ്ണമാണ്. അപ്പോൾ 1/2 കിലോ എടുത്തുള്ളതുകൊണ്ട് 5 സോപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഒരു നിറച്ച് ഞാൻ ഒഴിച്ചില്ല. പിന്നെ കുറച്ച് നമുക്കൊരു pH ഒക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് വേറൊരു മോൾഡിൽ കുറച്ച് ഒരു അടുത്ത മോൾഡിലും കൂടെ ഒഴിച്ചിട്ട് നമുക്കത് pH ടെസ്റ്റ് ചെയ്യാനുള്ള സോപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സോപ്പ്. ഇതുണ്ട് ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല കട്ടിയായിട്ടുണ്ട്. ഒരു 1 തൊട്ട് 3 മണിക്കൂർ വരെയാണ് നമ്മുടെ
ക്യൂറിങ് ഇത് വെക്കേണ്ട ടൈം. അത് കഴിയുമ്പോൾ നമുക്ക് അൺമോൾഡ് ചെയ്ത് നമുക്ക് പാക്ക് ചെയ്ത് അപ്പം തന്നെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സോപ്പ്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോപ്പാണ്. അപ്പോൾ ഈ ഒരു കളർ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതായത് തണ്ടിൻ്റെ ആ സൈഡിൽ പച്ച കളറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അകത്തെ ആ ഒരു വൈറ്റ് മാത്രം വൈറ്റ് ആ ഫ്ലഷ് മാത്രം എടുത്തെങ്കിൽ നമുക്ക് വൈറ്റ് കളറിൽ നല്ല ക്ലിയർ സോപ്പ് തന്നെ കിട്ടിയാണേ. അപ്പോൾ ഇത് നല്ല രസമാണ്, അടിപൊളി സ്മെല്ലുമാണ് കേട്ടോ, നല്ല മണമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇത് അടുത്തുള്ളൊരു കുറച്ച് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്, താരന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള സോപ്പാണ്. അപ്പം അത് ഞാൻ ഉണ്ടാക്കിയപ്പം എന്താണെങ്കിലും ഇത് കുറേ ആൾക്കാർ ഈ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പം എന്താണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നാലും നിങ്ങൾക്ക് സോപ്പ് ബേസ് മറ്റ് മെറ്റീരിയൽസ് ക്രീം ബേസോ അങ്ങനെയുള്ള എന്ത് ആവശ്യമുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ എല്ലാം കിട്ടും. അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിൻ്റെയും ഷാമ്പൂ, ഫേസ് വാഷ്, ക്രീംസ് അങ്ങനെയുള്ള എല്ലാ സാധനത്തിൻ്റെയും മേക്കിംഗ് ക്ലാസ് അവൈലബിൾ ആണ്. പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അതിന് താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോളൂ. എപ്പോഴും നമ്മൾ പ്രീമിയം സാധനങ്ങൾ വെച്ചിട്ട് മെറ്റീരിയൽ, അതായത് കോസ്മെറ്റിക്സ് സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റി കിട്ടുള്ളൂ കേട്ടോ.